കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി M വി ഗോവിന്ദൻ വീണ്ടും ഒരു ഡീൽ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അദ്ദേഹം 2 മണ്ഡലങ്ങളുടെ പേര് പറയുന്നുണ്ട്, വടകര, നാദാപുരം. ഈ 2 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFിലേക്ക് എത്തിയെന്നാണ്. ഇതിന് മുന്നിട്ട് നിന്നത് ഷാഫി പറമ്പിലും അതിനക്കനെ പാറക്കൽ അബ്ദുള്ളയുമാണെന്ന് കൂടിയിട്ട് M വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം 1991 കോലീബി സഖ്യം കൂടിയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. BJPയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 9 പേരെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ അടക്കം പുറത്താക്കിയിരുന്നു. ഇത് ഇത്തരത്തിൽ UDFിലേക്ക് വോട്ട് മറിച്ചത് കൊണ്ട് കൂടിയിട്ടാണെന്ന് കൂടിയാണ് M വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഡീൽ ആരോപണം ഇതിന് മറുപടിയായിട്ട് UDF ഇന്ന് പാറക്കൽ അബ്ദുള്ള തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ UDF ആണ് ഇത്തരത്തിൽ BJPയും CPMും തമ്മിൽ ഡീലുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. മുമ്പ് ഷാഫി പറമ്പലിനെയും തന്നെയും വർഗീയവാദികളെന്ന് CPM വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ CPM പറയുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വോട്ട് മറിച്ചു എന്നാണ്. ഇതൊരു തരത്തിൽ ലോജിക്കില്ലാത്ത ആരോപണമാണെന്ന് കൂടിയിട്ടാണ് M വി ഗോവിന്ദൻ പറയുന്നത്. ഈ വടകര, അതേ കണക്കുള്ള നാദാപുരം, ഈ 2 മണ്ഡലങ്ങളിലും BJPയിൽ സമീപകാലത്ത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കലഹങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് അവിടുന്ന് 2 പേർ വിമത സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കാൻ തയ്യാറാവുകയും പിന്നീട് ഒരാളുടെ പത്രിക തള്ളിപ്പോവുകയും ഒരാൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ 2 പേരെ അടക്കം BJP 9 പേരെ പുറത്താക്കുകയുണ്ടായി. തുടർന്ന് വടകര, നാദാപുരം ഈ മണ്ഡലങ്ങളിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ അല്ല അച്ചടക്ക നടപടിയെടുത്ത ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യം കൂടിയിട്ട് നിലവിലുണ്ട്. ഇത് മുൻനിർത്തി കൂടിയിട്ടാണ് M വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ളൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്. അവിടുത്തെ BJP വോട്ടുകൾ UDFിലേക്ക് പോയി എന്നുള്ളത് നമ്മളിതിലേക്കാണ്. അജിംസ്, M വി ഗോവിന്ദൻ വടകര, നാദാപുരം ഈ 2 മണ്ഡലങ്ങളെയാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം മുമ്പ് ഇത്തരത്തിൽ കോലീബി ആരോപണം വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യം അവിടെ BJPയിൽ നിന്ന് BJPക്കെതിരെ നേതൃത്വത്തിനെതിരെയുള്ള കലഹം അത് തെരുവിലേക്ക് കൂടിയിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗിക്കുക എന്ന് കൂടിയിട്ടായിരിക്കും M വി ഗോവിന്ദൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു നീക്കം. അതായത് നാദാപുരം മണ്ഡലത്തിൽ LDF ഇത്തവണ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ LDFിനകത്ത് തന്നെ ഉണ്ട്. വടകര അത് നിലനിർത്താനും സാധ്യതയുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിലൊരു ഇളക്കം, ആ ഇളക്കം CPMനെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം കാലമായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫിക്കെതിരെ ഒരുതരം ലോജിക്കുമില്ലാത്ത, പ്രത്യക്ഷത്തിൽ തന്നെ കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അത് ലോജിക്കില്ലാത്ത ആരോപണം, വർഗീയവാദി എന്ന ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞ വർഗീയത എന്താണെന്ന് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറയാനില്ല. ഒരു ഉദാഹരണം, ഇപ്പോൾ ഇത് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഫാത്തിമ തൈലിയോ വർഗീയ പ്രചാരണം നടത്തുന്നുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവർ രഹസ്യമായിട്ടല്ലേ പറയുന്നത് എന്നാണ് നമ്മളോട് പറയാം. അപ്പോൾ ഈ രഹസ്യമായി വർഗീയത പറയുന്നവരാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ രഹസ്യമായിട്ട് വർഗീയത പറയുന്നത് പരസ്യമായിട്ട് പറഞ്ഞാൽ ആളുകൾ കേൾക്കുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് സ്വകാര്യത്തിൽ വർഗീയത പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടില്ല എനിക്ക് എന്താണ് ഗുണം? അപ്പോൾ ഷാഫി പറമ്പിൽ വർഗീയത പറയുന്ന ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ഷാഫി പറമ്പിൽ അവിടെ MP ആയതിനു ശേഷം അവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ചാഞ്ചാട്ടമാണ്. ഇലക്ട്രൽ പൊളിറ്റിക്സിലെ ചാഞ്ചാട്ടം എന്ന് ഞാൻ പറയാൻ കാരണം അത് ഏതെങ്കിലും തരത്തിൽ CPMൻ്റെയോ CPIയുടെയോ LDFിൻ്റെയോ ബഹുജനാടിത്തറയെ തകർക്കുന്ന ഒന്നല്ല, ആ പാർട്ടികൾ ക്ഷയിച്ചു പോവുകയോ അല്ലെങ്കിൽ പാർട്ടികൾ ദുർബലമാവുകയോ ചെയ്യുന്ന ഒന്നല്ല ഷാഫി ഒന്നുണ്ടാകുന്ന പ്രഭാവം. ഷാഫി ഒന്നുണ്ടാകുന്ന പ്രഭാവം തെരഞ്ഞെടുപ്പിലാണ് പ്രതിഫലിക്കുന്നത്. അത് LDFനെ CPMനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിനെതിരെ വർഗീയ ആരോപണം ഉന്നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്ന നറേറ്റീവ് ശരിയാണെന്ന് തന്നെ വയ്ക്കുക. നമ്മളൊരു വാദത്തിന് വേണ്ടി മുഖവിലേക്ക് എടുക്കുക. അങ്ങനെ വർഗീയവാദിയായ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് BJPയുമായിട്ട് ഡീലുണ്ടാക്കുന്നത്? അതെങ്ങനെയാണ്? അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ്? അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണെങ്കിൽ BJP അവരുമായിട്ട് ഡീൽ ഉണ്ടാക്കുമോ? ഒരു മുസ്ലിം വർഗീയ രാഷ്ട്രീയ നേതാവുമായിട്ട് BJP ഡീൽ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടും ഇപ്പോൾ കോലീബി സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം ഉണ്ടാകും. കാരണം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് BJPക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ. ഇത് അങ്ങനെയല്ല. ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്നിരിക്കെ എങ്ങനെയാണ് BJP അവരുമായിട്ട് ഡീൽ ഉണ്ടാക്കുക? ആ ഡീൽ എങ്ങനെയാണ് വർക്കൗട്ടാവുക എങ്ങനെയാണ്? അപ്പോൾ CPMന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വർഗീയവാദിയാണ് ഷാഫി പറമ്പിലെങ്കിൽ BJP പ്രവർത്തകർക്ക് ഷാഫി പറമ്പിൽ സ്വീകാര്യനാവുമോ? അതിനൊരു ലോജിക്കില്ലല്ലോ. അപ്പോൾ അത് കേവലമായ ഞാൻ മുമ്പ് പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയുള്ള കേവലമായ ആരോപണം മാത്രമാണ്. അപ്പോൾ വടകരയിൽ BJPയിൽ ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ? വടകരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണ സ്വീകരിച്ച നടപടികളോട് എതിർപ്പുള്ള കുറച്ചധികം ആളുകൾ റബലായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അതിലൊരാളുടെ പത്രിക തള്ളിപ്പോയി, ഒരാൾ പിൻവലിഞ്ഞു. അതേ തുടർന്ന് അവർക്കെതിരെ നടപടിയെടുക്കുന്നു. ആ നടപടിയെടുത്ത് പുറത്തു വന്നവർ ഉന്നയിച്ച ആരോപണമാണ് പ്രഫുൽ കൃഷ്ണ UDFന് ഫേവറായിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതെന്ന്. UDFന് ഫേവറായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതാണ് അവരുടെ ആരോപണം. അപ്പോൾ അത് ആ പാർട്ടിക്കകത്ത് എന്താണ് പറയുക,
സാധുവായ ഒരു ആരോപണമാണ്. കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി നിർത്തിയെങ്കിൽ UDFന് ഫേവർ ആവില്ലായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർത്തിയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? UDF വിജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളൊരു സാധുവായിട്ടുള്ള ഒരു ആരോപണമാണ് ആ പാർട്ടിക്കകത്ത്. ആ ഒരു ആരോപണത്തെ പിക്ക് ചെയ്തിട്ടാണ് ഗോവിന്ദ മാസ്റ്റർ എന്ത് ചെയ്യുന്നത്? അത് UDF BJP ഡീലാണെന്ന് ആരോപിക്കുന്നത്. പക്ഷെ അത് കേവലം ദുർബലമായൊരു വാദമാണ് എന്ന് മാത്രവുമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF LDFനെതിരെ ഉന്നയിച്ചിട്ടുള്ള CPM BJP ഡീൽ എന്ന ആരോപണത്തെ കൗണ്ടർ ചെയ്യാൻ തക്ക ശക്തിയുള്ളൊരു ആരോപണമല്ല ഇത്. ഇപ്പോൾ ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ LDFനും CPMനും ഒരു കാര്യം സെക്യൂർ ആക്കാൻ പറ്റും. ഒരുപക്ഷെ നാദാപുരത്തോ കൊയിലാണ്ടിയിലോ വടകരയിലോ ഉണ്ടാകുന്ന തോൽവിയെ ഈ ഡീലിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നൊരു ആരോപണത്തിന് ന്യായീകരിക്കാൻ കഴിയും. തോക്കുമെന്ന് നമുക്കറിയില്ല. തോറ്റുപോയാൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്നൊരു ധ്വനി ഉയർത്തുകയും ഷാഫിക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് UDF BJP ഡീൽ എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ഉന്നയിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. നിഷാദ്, ഈ രണ്ട് മണ്ഡലങ്ങളും LDFിലാണെങ്കിൽ തന്നെ CPMൻ്റെ മണ്ഡലങ്ങളല്ല. അവിടെ മത്സരിക്കുന്ന വടകരയാകട്ടെ നാദാപുരത്താകട്ടെ, നാദാപുരമാണെങ്കിൽ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സീറ്റ് കൂടിയിട്ടാണ്. അത് കൈവിട്ടു പോകുന്നൊരു സാഹചര്യം അല്ലാത്തൊരു ആശങ്ക സംസ്ഥാന സെക്രട്ടറി പങ്കുവെക്കുന്നതിൽ കൂടിയിട്ട് നമുക്ക് വ്യക്തമാകാനും കഴിയും. പക്ഷേ CPI ഒരു ഉറച്ച സീറ്റെന്ന് കരുതുന്ന മണ്ഡലം കൂടിയിട്ടാണ്. ഇത് മുൻനിർത്തിയിട്ട് ഷാഫീനെ വീണ്ടും അറ്റാക്ക് ചെയ്യുക, അല്ലെ ഷാഫീനെ ലക്ഷ്യമിടാവുന്ന ഒരു ഗൂഢ നീക്കം കൂടിയിട്ടുണ്ടോ ME ഗോവിന്ദൻ മാഷ്? അല്ല, നമ്മൾ ഇതിനകത്ത് കാണേണ്ടതും ഇപ്പം നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ കോഴിക്കോട് ജില്ലയിൽ വിചാരിക്കാത്ത ഒരു തിരിച്ചടി കിട്ടുമോ എന്ന ഭയപ്പാട് CPIMൻ്റെ ക്യാമ്പിനകത്തുണ്ട്, LDFൻ്റെ ക്യാമ്പിനകത്തുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അത് സംഭവിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന CPMകാരുണ്ട്. പാർട്ടി തന്നെയും അതിലെ റിസ്ക് എലമെൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിലുണ്ടായിട്ടുള്ള കാലങ്ങളായി കയ്യിൽ വെച്ചിട്ടുള്ള സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കണമല്ലോ. അതിന് കാലങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ സമീപകാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാരണം എടുത്താൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇത്തരം അവിശുദ്ധ ബന്ധങ്ങൾ അല്ലെങ്കിൽ വർഗീയതയുടെ പയറ്റൽ. ഇതാണ് കാരണമെന്ന് അവരെപ്പോഴും പറഞ്ഞു പിടിക്കുന്ന നാം കാണുന്നുണ്ട്. അപ്പോൾ അവർ ഒരു പ്ലാൻ അഡ്വാൻസ് ചെയ്യാൻ, ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അഡ്വാൻസ് ചെയ്യുകയാണ്. അതായത് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടുള്ള ജനസമ്മതിയുടെ പ്രശ്നമല്ല, അതിനപ്പുറത്ത് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDFും കോൺഗ്രസും BJPയും തമ്മിൽ ബന്ധമുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഇപ്പോൾ പറയുക എന്ന് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും അപകടകരമായിട്ട് പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ പറയുന്ന ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം ഈ മേഖല ആകമാനം വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബേസ്ലെസ് ആയിട്ടുള്ള ആക്ഷേപം നിരന്തരമായി വളരെ സജീവമായി തന്നെ അവരും അവരുടെ സൈബർ വിങ് ഉന്നയിക്കുന്നുണ്ട്. ആൻഡ് ഫാത്തിമ തഹ്ലിയ പോലും തീവ്ര വിഷമാണെന്നും അവർ ശശികലയെ പോലെയുള്ള ഒരു വർഗീയവാദിയാണെന്നൊക്കെ പറയാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ മേഖലയിൽ നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ ഉണ്ടായിട്ടുള്ള അപ്പുറത്തെ ക്യാമ്പിലുണ്ടായിട്ടുള്ള ആവേശവും ഇപ്പുറത്ത് നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഉലച്ചിലും അവരെ നന്നായിട്ട് ഒന്ന് കരുതിയിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതായത് ഇവിടുത്തെ റിബലുകളായിട്ടുള്ള ആൾക്കാർ ഉന്നയിക്കുന്ന BJPയിലെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തുക വഴി UDFനെ സഹായിച്ചു എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനാരിയോകളിലൊന്നാണ് BJP എല്ലാ സീറ്റിലും പ്രധാനപ്പെട്ട സീറ്റിലും മത്സരിച്ചില്ല എന്നുള്ളത്. BJP എല്ലാ പ്രധാനപ്പെട്ട സീറ്റിലും മത്സരിച്ചില്ല എന്ന് മാത്രമല്ല, പല പ്രധാനപ്പെട്ട സീറ്റുകളും അപ്രധാന കക്ഷികൾ കൊടുത്തു. BD JSനോ 2020 കൊടുത്തു. അവരാവട്ടെ അതിൽ തന്നെ യാതൊരു നിലയ്ക്കും സാധ്യതകളില്ലാത്ത സ്ഥാനാർത്ഥികൾ ആരെയൊക്കെ പിടിച്ച സ്ഥാനാർത്ഥികളുമാക്കി. അപ്പോൾ ഈ ദുർബലരായ സ്ഥാനാർത്ഥികൾ സത്യത്തിൽ ആരെയൊക്കെ എവിടെയൊക്കെ സഹായിക്കാം, അങ്ങനെ എടുത്ത് നമ്മൾ അതിൻ്റെ കണക്കും സമവാക്യവും നോക്കിയാൽ നേരത്തെ ഉന്നയിപ്പിച്ച ഡീലുണ്ടല്ലോ, ഡീൽ ആരോപണം, UDF ഉന്നയിച്ചിട്ടുള്ള ഡീൽ ആരോപണമുണ്ട്, ഇവർ തമ്മിലുള്ള ഡീലുണ്ട് എന്ന് പറഞ്ഞാൽ ആരോപണത്തിന് സാധൂകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ BJPയിലെ വിമതർ കോഴിക്കോട് പറഞ്ഞിട്ടുള്ള വാദത്തെ എടുത്തുകൊണ്ടാണ് MV ഗോവിന്ദൻ വരുന്നതെങ്കിൽ അതേ വാദം അപ്പുറത്തും ആപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ പലയിടത്തും BJP പ്രധാന സീറ്റുകളിൽ മത്സരിക്കാതെ ദുർബലരെ നിർത്തുക വഴി അതാരെ സഹായിക്കാനാണ്. അത് ഓരോ മണ്ഡലത്തിലെടുത്താൽ UDFനെ LDFനെ ഒക്കെ നമുക്ക് മാറ്റി അതിൻ്റെ കരുക്കൾ വെക്കാൻ പറ്റും. സോ അതുകൊണ്ട് അതാണ് വെക്കുന്നതെങ്കിൽ മറ്റേത് കുറച്ചുകൂടി ലാർജർ പെർസ്പെക്റ്റീവുള്ള സംഗതിയാണ് എന്നോട് കാണേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം ഇതാണ്, കോഴിക്കോട്ടെ ചില സീറ്റുകളിൽ എന്തൊക്കെയോ ചില സംതിങ് അശുഭകരമായത് സംഭവിക്കാൻ പോകുന്നുവെന്ന് CPMന് ഒരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ CPM അഡ്വാൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഷാഫി പറമ്പിലും ഫാത്തിമ തഹ്ലിയയും ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള വർഗീയതയാണ് ഞങ്ങളെ തോൽപ്പിച്ചതെന്ന് തോറ്റുപോയാൽ ഉറപ്പായിട്ടും പറയും. ഇപ്പോൾ അത് വളരെ ഒരു പൊതിഞ്ഞാണ് പറയുന്നതെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് കുറച്ച് രൂക്ഷമായിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുമ്പും പറഞ്ഞ അനുഭവം അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് അതുകൊണ്ടൊരു പുതിയ കാര്യമൊന്നുമല്ല. സോ അത് കുറച്ചുകൂടെ ആഴത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തങ്ങളുടേതല്ലാത്ത സീറ്റുകൾക്ക് വേണ്ടിയിട്ട് ME ഗോവിന്ദൻ മാസ്റ്റർ അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രതിരോധം ഇപ്പോഴേ തീർത്തു വെക്കുകയാണോ എന്ന് അറിയാൻ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും.